ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കൊരു 20 ബോട്ടിൻ്റെ ഓർഡർ ഉണ്ട്, ഫെറി ബോട്ട്. പിന്നെ UP-യിൽ അങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക. ഈ വർഷം നമ്മളൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു. ഏകദേശം ഒരു 25 മില്യനാണ് നമ്മൾ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സന്ദിത് തണ്ടാശ്ശേരി, നവോൾട്ട് സോളാർ ആൻഡ് ഇലക്ട്രിക് ബോട്ട്സിൻ്റെ ഫൗണ്ടറാണ്. നവോൾട്ട് 2 കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, ഈ ജലഗതാഗതത്തിലുള്ള ബോട്ടുകൾ മുതൽ കപ്പലുകളെ എങ്ങനെ ഇലക്ട്രിഫൈ ചെയ്യാം, ഇതൊരു മേഖലയാണ്. രണ്ടാമത്, ഷിപ്പിൽ നിന്നും കപ്പലിൽ നിന്നും വരുന്ന ഡേറ്റ ഉപയോഗിച്ച് അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ അനലിറ്റിക്സ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഇന്ധനം ലാഭിക്കാം എന്നുള്ള 2 മേഖലയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബോട്ടുകൾ മുതൽ വലിയ ബോട്ടുകൾ തന്നെ ഇലക്ട്രിക് പ്രൊപ്പൽഷനിലേക്ക് മാറാം. ഈ ഡീസലായിരിക്കും സാധാരണ വയ്ക്കുന്നത്, ഡീസൽ എൻജിനിൽ മാറി ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ചെയ്യാനും, അത് ഇപ്പോൾ സൗരോർജ്ജം ആവാം, അല്ലെങ്കിൽ ഫ്യൂവൽ സെല്ലാവാം, വിൻഡ് പ്രൊപ്പൽഷൻ ആവാം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡീസലിൻ്റെ ഉപയോഗം കുറയ്ക്കാം, അതൊരു ഏരിയയാണ് നമ്മൾ ചെയ്യുന്ന റേഞ്ച് ആയിട്ടുള്ളത്. നമ്മുടെ ബോട്ടുകളിലും കപ്പലിലും ഉപയോഗിക്കുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റം ഒരു മറീൻ ഗ്രേഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഒരു യൂണീക്കാണ്, നമ്മളൊരു USP പോലെയാണ്. അതുപോലെ തന്നെ ഈ ഷിപ്പിൽ ബോട്ടിൽ നിന്ന് വരുന്ന ഡേറ്റ ഉപയോഗിച്ച് അനലിറ്റിക്സ് മാർഗം കൊണ്ട് ഇതേ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ കുറേയും കൂടെ കാര്യക്ഷമമാക്കാനുള്ള സാങ്കേതിക വിദ്യയും നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഇത് രണ്ടുമാണ് നമ്മളൊരു USP എന്ന് പറയാവുന്നത്. ഞാൻ തന്നെയാണ് കമ്പനിയുടെ ഫൗണ്ടർ. നമ്മുടെ കൂടെ ഒരു 120 ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയീസ് ആയിട്ടുള്ള കൂടുതലും നേവൽ ആർക്കിടെക്ട്സ്, മറീൻ എൻജിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സും അതുപോലെ ഡേറ്റ സയൻറ്റിസ്റ്റ് ആൻഡ് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സുമാണ് ഉള്ളത്. ഇത് പുറമേ നമ്മുടെ യാർഡിൽ ഏകദേശം ഒരു 25 വർക്കർ കാറ്റഗറിയിലുള്ളവരുണ്ട്. നമ്മുടെ ബോട്ട് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഇവരാണ് ബോട്ട് നിർമ്മാണം ചെയ്യുന്നത്. പ്ലസ് ഒരു സബ് കോൺട്രാക്ടറായിട്ടൊരു 50 പേരും ഉണ്ടാവും. ഇതാണ് നമ്മുടെ ടീം. നമുക്ക് 2 ടൈപ്പ് ക്ലയൻസ് ഉണ്ട്. ഒന്ന്, ഈ ബോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ബോട്ട് ഓണർമാർ, അതുപോലെ ടൂറിസം ആയാലും പബ്ലിക് ട്രാൻസ്പോർട്ട് ആയാലും, അതുപോലെ ലീഷർ ബോട്ടുകൾ, പിന്നെ ഡിഫെൻസിനുള്ള ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകൾ, ഇതൊക്കെ അതിൻ്റെ ഓണർമാരും ഓപ്പറേറ്റർമാരും ഒരു കാറ്റഗറി. അതായത് ബോട്ടിനെ ഇലക്ട്രിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇതൊരു ടൈപ്പ് ക്ലയൻസ്. 2, ഈ വലിയ ഷിപ്പിംഗ് കമ്പനികൾ, ഷിപ്പ് ഓണേഴ്സ്, ഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, അവരെ കപ്പലിൻ്റെ ഇന്ധന ചെലവ് എങ്ങനെ കുറയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നവർ, ഡേറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ച് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരും നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ക്ലയൻറ്റാണ്. നമ്മളെ സംബന്ധിച്ച് 2020 ഗസ്റ്റാവ് ട്രൂ അവാർഡ് നമ്മുടെ ആദിത്യ എന്ന സോളാർ ഫെറിക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയൊരു അംഗീകാരം. അത് ലോകത്തിലെ ഏറ്റവും നല്ല ഫെറിക്ക് കിട്ടുന്ന അവാർഡാണ്. അത് പുറമേ സോളാർ ഇമ്പൾസും അങ്ങനെ പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷെൽ ഫൗണ്ടേഷൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് ഓൾമോസ്റ്റ് $1 മില്യൺ ഫണ്ടിങ് കൊണ്ട് നമുക്ക് ഈ ഫിഷിംഗ് ബോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് വേറൊരു വലിയ അംഗീകാരമാണ്. ഷെൽ എന്ന കമ്പനിക്ക് വേണ്ടി, അതുപോലെ MSC, അത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കമ്പനി, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ അനലിറ്റിക്സ് ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കൊരു 20 ബോട്ടിൻ്റെ ഓർഡർ ഉണ്ട്, ഫെറി ബോട്ട്. പിന്നെ UP-യിൽ അങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക, സ്കെയിൽ ചെയ്യുക. അതേപോലെ തന്നെ ഇന്ത്യയുടെ പുറത്ത് ഇപ്പോൾ വലിയ മാർക്കറ്റായ അമേരിക്ക, അതുപോലെ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യയിലെ മറ്റു ഭാഗങ്ങൾ, ഇവിടെയൊക്കെ എത്തിക്കാനാണ് ഒരു ഒബ്ജക്റ്റീവ്. രണ്ടാമത്, നമ്മുടെ ഈ വലിയ കപ്പലിന് വേണ്ടിയുള്ള കുറേ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഇപ്പോൾ വിൻഡ് ഉപയോഗിച്ചുള്ള ടെക്നോളജീസും, അതേപോലെ കപ്പലിൽ തന്നെ സോളാർ ചെയ്യാനും ഫ്യൂവൽ സെല്ല് ചെയ്യാനും, ഇങ്ങനത്തെ കുറേ ടെക്നോളജീസ് ഉണ്ട്. ഇതെല്ലാം നമ്മളെ നയിക്കുന്നത് ഇപ്പോൾ ചെറിയ ബോട്ടുകളിൽ ചെയ്യുന്ന ഇലക്ട്രിക് വലിയ കപ്പലുകൾ എങ്ങനെ ഇലക്ട്രിഫൈ ചെയ്യാം എന്ന പാതയിലേക്ക് എത്തണം. അതൊരു 5 വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. തൽക്കാലം നമ്മുടെ ഫണ്ട് റേസിംഗ് എല്ലാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി റൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം നമ്മളൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു, അതാണ് പദ്ധതി. അപ്പോൾ നമ്മൾ പലരുമായിട്ട് സംസാരിക്കുന്നു. ഏകദേശം ഒരു 25 മില്യനാണ് നമ്മൾ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.